ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അംകി ഡയറീസ്. കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇത് ഞങ്ങളുടെ പ്ലാൻ ലിസ്റ്റിൽ കുറേ മുമ്പേ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പൊസൈഡ് കുമ്പ എന്നൊരു പ്ലേസ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത്. അവിടെ പോകണം. പക്ഷേ ആരും രാവിലെ എണിക്കുന്നില്ല. രാവിലെ 5 മണിക്ക് എണിക്കാണ് അവിടെ പോകുന്നതെങ്കിൽ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ദിവസം ഡിസൈഡാക്കി ഞങ്ങൾ ഇന്നിപ്പോൾ എണിച്ചിട്ട് എന്തായാലും പോകും. എന്നിട്ട് ആടെ എത്തി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോയാൽ ഞങ്ങൾക്ക് എക്സാക്ട് റോഡല്ലല്ലോ പോകുന്നത്. എന്നിട്ട് ആടെ നോക്കുമ്പോൾ ആടെ ബോർഡെല്ലാം ഉണ്ട്, പ്രൈവറ്റ് റോഡ്, അത് പബ്ലിക് വെഹിക്കിൾസ് ഒന്നും അതിൽ പോകാൻ പാടില്ല എന്നല്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അതിൽ പോകാൻ ശരിയായിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരാം, വേറെ വഴി ഉണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെ ഓർ ചെക്ക് ചെയ്തിട്ട് വരുന്നു, ഞങ്ങൾ അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഓർ ചെക്ക് ചെയ്തിട്ട് വന്നു, അതിൽ വഴിയുണ്ട്. പക്ഷെ അത് പ്രൈവറ്റ് റോഡെന്നെല്ലാം എഴുതിയെ കൊണ്ട് ഞങ്ങൾക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ വഴി പിടിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഗൂഗിൾ മാപ്പ് പിന്നെ ഒരു വഴി കാണിക്കുന്നുണ്ടായി. അതിലിങ്ങനെ പോകുമ്പോൾ അന്തവി അമ്മി പറഞ്ഞ് ഇതിലെ പോവാ, ആടെ ഇതിലെ പോകാൻ കഴിയുന്നതാണ്. എന്നിട്ട് ആടെ ഇറങ്ങിയിട്ട് നോക്കി, ആടെയും ഇതില്ല. ഇതിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ സൺറൈസ് എല്ലാം കഴിയുന്നല്ല ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് അതുമല്ല, പിന്നെ തപ്പി പോകുമ്പോൾ ഒരു മഡ് റോഡ് കാണിക്കുന്നുണ്ടായി. നല്ലൊരു മഡ് റോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് പൊസൈഡ് കുമ്പൊക്കെ ആക്കുന്നുള്ളതാ എന്തിനാക്കുന്നതെന്ന് അറിയില്ല. എനിക്ക് നല്ലൊരു മഡ് റോഡ് ഉണ്ട്, ഭയങ്കര കയറ്റം മാത്രം കയറണം. പിന്നെ ഇവിടെ നല്ല കുറേ കുന്നെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിലേതോ ഒരു കുതിരമുക്കെന്നെല്ലാം പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി പോകുന്നുണ്ട്. അവിടെ കാഷ്യൂനറ്റിൻ്റെ മര ഫുള്ളുണ്ട് കുറേ. പിന്നെ അമ്മി പറയുന്നുണ്ട് അത് കാണുന്നുള്ളത് അവൾ പഠിച്ച സ്കൂളിൽ നിന്നെല്ലാം. അങ്ങനെ ഞങ്ങൾ കുറേ എത്തി. ആടെ എത്തിയപ്പോൾ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇപ്പം സൺറൈസ് ആണെന്നുള്ള അത്ര ഫുള്ളൊരു ഓറഞ്ച് റെഡ് കളറായിട്ടുള്ള ഒരു ഫുൾ റൗണ്ടായിട്ട് സണ്ണ് കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ചായിട്ടുള്ള സൺറൈസ് ഫുൾ കാണാൻ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കാസർഗോഡ് അടുത്തുള്ളവർക്കെല്ലാം ഒരു നല്ല സൺറൈസ് എക്സ്പീരിയൻസ് ആക്കാനാണ് ഉണ്ടെങ്കിൽ ആടെ വരണം. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ അവരെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, പക്ഷേ ആടെ വൈബാക്കാൻ നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് സമ്മർ സീസൺ ആയിട്ട് തന്നെ ഇത്ര മഞ്ഞ് ഒരു നല്ല വൈബ്. ഇനി വിൻ്റർ സീസണിലെല്ലാം വന്നെങ്കിൽ അടിപൊളി വ്യൂ ആയിട്ടുണ്ടാവും, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു സൂര്യനിങ്ങനെ ഇപ്പോൾ വെളിച്ചം കൊടുത്ത് റെഡ് കളറിന് ഇങ്ങനെ ബ്രൈറ്റ്നെസ് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഒരു റെഡ് ഔട്ടർ ലൈൻ മാത്രമുണ്ട്. എന്നിട്ട് ഫുള്ള് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇനി കുറച്ച് നേരം ഇത് പെട്ടെന്ന് ആവുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു 6:15 ആകുമ്പോൾ ഓറഞ്ച് ഉണ്ടായി. എന്നിട്ട് കുറച്ച് ഫ്യൂ മിനിറ്റ്സിൽ അത് ബ്രൈറ്റായി. ഇപ്പോൾ വെറും ഒരു ഔട്ടർ ലൈൻ മാത്രമേ ഉള്ളത്. എന്നിട്ട് ഇനി കുറച്ച് നേരം ആകുമ്പോൾ ഉണ്ട് നോർമൽ സൺറൈസ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് സണ്ണ് ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സൺറൈസ് എല്ലാം കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ പോകാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെ വൈബ് നല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഞങ്ങൾ നോക്കുമ്പോൾ വേറെ വഴിയൊക്കെ ഉണ്ട് വരാൻ. അങ്ങനെ അവർ ഡിസ്കസ് ആക്കുന്നുണ്ട് ഇതിലേ ഒരു വഴി ഉണ്ട് വരാൻ. ഞങ്ങൾ വേറെ വഴിയിൽ വന്നത്. ഇത് മേലെ വരുമ്പോൾ ഭയങ്കര കയറ്റം, കയറി വരണം. പക്ഷെ താഴെ ഇറങ്ങുമ്പോൾ ഈസി. അമ്മി പറയുന്നുണ്ട് ലെറ്റ്സ് ഗോ ബാക്ക് എന്നല്ലോ. അപ്പോൾ ഇത് താഴെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കീച്ചിലക്ക് ഇറങ്ങുന്നതെന്ന് വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. അങ്ങനെ നവിലെ തുള്ളിക്കൊണ്ടെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ നടന്ന് പിന്നെയാണുള്ളത് കാണാൻ. ഇതിപ്പോൾ ഇതിൽ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ പാട്ടെല്ലാം പാടി പോകുന്നുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ, ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഈസി എന്ന് വിചാരിച്ചെങ്കിൽ ഇടത്തുമ്പോഴാണ് സീൻ. ഇത് ഭയങ്കര ഇറങ്ങാനേ കഴിയുന്നില്ല, അത്ര കഷ്ടമുണ്ട്. എന്നിട്ട് അമ്മ എങ്ങനെയോ ഇങ്ങനെയല്ല അതിന് ഒരു സപ്പോർട്ടെല്ലാം മറ്റേ കാഷ്യൂനട്ടിൻ്റെ മേലെ അതിലേക്കെല്ലാം സപ്പോർട്ടെല്ലാം കൊടുത്ത് എങ്ങനെയൊക്കെ ഇറങ്ങി. നവി ഓൾറെഡി ഇറങ്ങി. അവൻ്റെ വീഡിയോ മാത്രം ഞങ്ങൾക്ക് മിസ്സായി, ക്യാപ്ചർ ആക്കാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. ഇവരെല്ലാം പിന്നെ ഉണ്ട് കിഷു ഇറങ്ങുന്നത്. ഞാൻ ഇവരിറങ്ങുമ്പോൾ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഷോ എന്ത് കോമഡി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ അവരെല്ലാം ഇറങ്ങിയപ്പോൾ ഞാനെങ്ങനെ ഇറങ്ങുമെന്ന് അപ്പോൾ നല്ല ഒരു വിറ്റായിരുന്നു. അവരതിൽ നല്ലോണം ക്യാപ്ചർ ചെയ്തു. ഷോ ആടെ ഇറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ഫോണും ഉണ്ട്. പിന്നെ എങ്ങനെയോ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇറങ്ങാന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല. ഇങ്ങനെ ഒറ്റൊരു ഇറക്കം എങ്ങനെയോ എത്തി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ വാട്ടർ ബോട്ടിലെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായി, കുടിക്കാൻ വെള്ളമെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട്
അത് ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയത്, ഇപ്പോൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ അമ്മ പറയുന്നുണ്ട് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ. പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്.